ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഈ പട്ടി ഷോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് നമ്മുടെ വീട് നോക്കാൻ ആൾ വരുന്നുണ്ട്. പെണ്ണ് നോക്കാൻ വരുന്നതല്ല, വീടിനകം ക്ലീൻ ആണോ, ബാത്റൂം ക്ലീൻ ആണോ, അടുക്കള ക്ലീൻ ആണോ, വീട്ടിനകമൊക്കെ ക്ലീൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ വരുന്നു. ഹൗസ് ഓണറൊന്നും അല്ല കേട്ടോ വരുന്നത്, നമ്മുടെ ആർമി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ നമ്മൾ ക്വാർട്ടേഴ്സൊക്കെ ഇൻസ്പെക്ഷന് വരുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ സേഫ് ആണോ, നമ്മൾ നിൽക്കുന്നത് സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ, അങ്ങനെയൊക്കെ വരാറുണ്ട്. രാവിലെ എണീറ്റ് ഇതേ ബെഡ്ഷീറ്റ് ഒന്നും മടക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല, എന്നാലും വീഡിയോയിൽ എടുത്തേക്കാം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തോ മറന്നു. അത് തന്നെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. ഓടിപ്പോയി പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ചാടി ഇറങ്ങി വന്നു. ആഹാ, എന്താ ഒരു ആശ്വാസം. നേരെ പോയി നോക്കൂ, ആ ഷെൽഫ് നിങ്ങൾ കാണുന്നുണ്ടോ, അതിൻ്റെ അകത്ത് നിറയെ തുണികൾ വാരി വലിച്ചിട്ടേക്കാണ്. ഇന്നാണെങ്കിൽ ഞായറാഴ്ചയും കൂടെയാണ്, കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിച്ചത്. എന്നാലും ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. പട്ടിയുടെ വാല് 12 പ്രാവശ്യം എന്തോ കുഴലിട്ടാൽ അത് അങ്ങനെയല്ലേ കിടക്കത്തുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇന്നലെ മെസ്സേജ് കിട്ടിയതാണ്, ഇതുപോലെ ഇൻസ്പെക്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എണീറ്റാൽ പോരായിരുന്നോ. പക്ഷേ സൺഡേ 10 മണി വരെ കിടന്ന് ഉറങ്ങണം, അത് മസ്റ്റ്. അപ്പോൾ അവിടെ കിടന്ന തുണികളൊന്നും നനച്ചിട്ടൊന്നുമല്ല, അവിടെ കിടന്നുകൊണ്ട് ഞാൻ പിന്നെ പെറുക്കി പുറത്തിട്ടു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അവർ വിചാരിക്കുമല്ലോ അത് നനച്ചിട്ടിരിക്കുന്ന തുണികളാണെന്ന്. എങ്ങനെ എൻ്റെ ബുദ്ധി വിമാനമല്ലേ, ഇതെന്താ ഈ സാധനം മുറിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. പിന്നെ അവിടെ കിട പുല്ല്, എനിക്ക് ദേഷ്യം വന്നു. പിന്നെ അടുക്കളയിൽ നേരത്തെ ഞാൻ കയറിയിട്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി, നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കിടന്നുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പറക്കിയിട്ടു. പച്ചക്കറി ബാക്കി വന്നതെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് ടപ്പേന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ക്ലീനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കുക്കിംഗ് എന്ന് അർത്ഥം. ഞാൻ നോക്കൂ, മുട്ട, കോഴിമുട്ടയുമായി ഈ മുട്ടയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ഇവിടുത്തെ മുട്ട ഒറിജിനൽ ആണോ എന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഈ തേങ്ങ കണ്ടോ, 80 രൂപയുടെ തേങ്ങയാണ് മക്കളെ, 80 രൂപ. നാട്ടിൽ 1 കിലോ കിട്ടും അല്ലേ. 1 കിലോ തേങ്ങയ്ക്ക് 75 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നാട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ചോദിക്കും, ചേച്ചി ഇത് എവിടെയാ? ഞാനിവിടെ ഹരിയാനയിലാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഞാനിപ്പോൾ ഹരിയാനയിലാണ്. ഇതെന്തോ എണ്ണയാണെന്നോ? അയ്യോ, ഇത് മണത്തപ്പോൾ എൻ്റെ ജീവൻ അങ്ങോട്ട് പോയി. പക്ഷെ ചുമ്മാതാണ് കേട്ടോ, നല്ല മണം. ഇതൊക്കെ പട്ടി ഷോ സംഭവം. ഇത് നമ്മുടെ ബനാന പഴം. പഴം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ റോവസ്റ്റ പഴം പോലെയല്ലേ. പിന്നെ കുറച്ച് ഓറഞ്ചൊക്കെ ഇട്ട് അതൊക്കെ എടുത്ത് കുക്കറിനടുത്ത് വെച്ച് ഞാൻ നൈസായിട്ട് അവിടേക്ക് അങ്ങ് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുക്കളയിലോട്ട് ഭാഗങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ക്യാമറാമാൻ ഒട്ടും ശരിയല്ല മക്കളെ, ഒട്ടും ശരിയല്ല. ഇത്രയും പാത്രങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. പിന്നെ അവിടെ പാത്രമൊക്കെ കഴുകുന്ന പരിപാടിയാണ് കാണിച്ചത്. പാത്രമൊക്കെ കഴുകി ഞാൻ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണയുടെ കാര്യം മറന്നുപോയി. നമ്മൾ നെല്ലിക്കയൊക്കെ ഇട്ടിട്ട് കാച്ചുന്നതാണ് കേട്ടോ. അത് ഞാനാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എൻ്റെ കെട്ടിനുണ്ടാക്കി വെച്ചേക്കുന്നതാണ് ആ ഒരു സാധനം. ദൈവമേ, ഇപ്പോൾ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എല്ലാം എന്താണ് നമ്മുടെ ജനലും വാതിലും ഒക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വരികയാണ് കേട്ടോ. ആദ്യം പുറം തുടയ്ക്കാമെന്ന് വെച്ചിട്ട് തുടയ്ക്കണം. നല്ലപോലെ പൊടിയുണ്ട്. നിങ്ങളിത് കണ്ടോ, ഇത് നമ്മൾ ഈ പുറമേ ഇടുന്ന ഒരു ഡോറാണ്, നല്ല പൊടിയാണ്. നിങ്ങൾ വിചാരിക്കും ഈ സാധനത്തിന് അപ്പോൾ ക്ലീനിങ് ഒന്നും ഇല്ലേ? ക്ലീൻ ചെയ്യാൻ എനിക്ക് മടിയാണെങ്കിൽ പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, കാരണം പൊടിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എത്രമാത്രം നല്ലപോലെ തുടച്ചിരുന്നാലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കാറ്റിലുള്ള പൊടി എത്രയും ഇവിടെ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും, അത് സ്വാഭാവികം. അപ്പോൾ ഞാൻ അകവും പുറവും ഒക്കെ തുടച്ച് നേരെ ഡോറൊക്കെ തുടച്ച്, ഇതൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ ഒരു 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഒരാൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ പറ്റിക്കാം. നമ്മളെ വീട് ഭയങ്കര ക്ലീനാണ് അല്ലെങ്കിൽ ക്ലീനാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടോ, നമ്മളിങ്ങനെ പുറത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന അവർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും. ഇവിടെ ഒരു കല്യാണ വീടാണ് കേട്ടോ ആ കാണുന്നത്. നേരെ ഇനി പോകുന്ന വേറെ എന്തിനാണ്, തൂക്കണമല്ലോ. നമ്മളെ നാട്ടിൽ തൂക്കാന്നാട്ടോ പറയുന്നത്, അടിച്ചു വരിക അങ്ങനെയും പറയാറുണ്ട്. ഇവിടെ ഉള്ള പിള്ളേർ വന്നപ്പോൾ ഞാൻ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ഓടിച്ച രംഗങ്ങളാണ് നിങ്ങളെ കണ്ടത്. ഇനി നമ്മൾ അവിടെ മടക്കി വെച്ചിരിക്കുന്ന തുണികൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു വിരോചകമായി തോന്നിക്കഴിഞ്ഞാൽ ഒരു ഷോൾ എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന മാതിരി ഇതേ നോക്കൂ, എൻ്റെ ബുദ്ധി വിമാനം തന്നെ, അത് തന്നെ. അപ്പോൾ അവിടെ നോക്കൂ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കസാരയൊക്കെ ആരാണ് അപ്പോൾ അവിടെ കൊണ്ടിട്ടത്? ഇപ്പം നോക്കൂ, ഒരു വൃത്തി നിങ്ങൾക്ക് അവിടെ തോന്നുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ പൊന്തി നോക്ക്, അടുത്ത അവിടെ ഷെൽഫ് നോക്കിക്കേ, യൂണിഫോമും ബുക്കും എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടുണ്ട്. അവിടെയും ഞാൻ മറിച്ചു, ഇതേ നോക്കൂ, ഇപ്പോൾ നോക്കൂ. അപ്പോൾ എനിക്കങ്ങോട്ട് തൃപ്തി വന്നിട്ടില്ല, എങ്കിലും അത്യാവശ്യം നോക്കൂ, ഒരു വൃത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും എൻ്റെ ബുദ്ധി കൊച്ച് കള്ളി. അപ്പോൾ ഇതെല്ലാം നോക്കുക. എൻ്റെ ഗ്യാസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഷോർട്സ്. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ മരണാനന്തര ചടങ്ങ്. അതിന് ഞാൻ ചെയ്തത് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. എന്നെക്കൊണ്ട് എനിക്ക് തന്നെ വയ്യ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിള്ളേരെ കളിപ്പാട്ടം എല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര നീറ്റായിട്ടുള്ളൊരു വീട്ടമ്മയൊന്നും അല്ല കേട്ടോ. 2 പിള്ളേരുള്ളതാണ്. ഇവളുമാരെ അവിടെ ഇവിടെയൊക്കെ കളിപ്പാട്ടം അത്രയും വലിച്ചു വാരിയിടും. വൺസ് എ വീക്ക്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഇതൊക്കെ അടുക്കി പറക്കി വെക്കാറുള്ളൂ. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇരട്ടിയായിട്ട്
എനിക്കുണ്ടാവും. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു വൃത്തിയില്ലായ്മ എനിക്ക് വീണ്ടും ഫീൽ ചെയ്തു. പിന്നെ എല്ലാം ഒക്കെ അടുക്കി പറക്കി വെച്ചിട്ട് ഞാൻ ആ ബെഡ്ഷീറ്റിനെ എടുത്ത് ഇങ്ങനെ അങ്ങ് വിരിച്ചു. നോക്കൂ, ഇപ്പോൾ റൂമിന് പോലെയായി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുരുപ്പുകളൊക്കെ എവിടെ നിന്ന് വന്നേ? ഇപ്പോൾ നോക്കൂ, സൂപ്പറല്ലേ? ഇതാണ് നല്ലത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പോയി നോക്കുന്ന വേറെ ആരെയല്ല കേട്ടോ. അവർ വരുന്നുണ്ടോ എന്നാണ് ഈ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറമെ ഞാനൊരു തുളസിത്തറ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹരിയാന ചേച്ചിയിലെ അംബാലയിലെ ഒരു ചേച്ചിയുടെ, നമ്മുടെ ഒരു ഇവിടെ തന്നെ ഒരു നോർത്ത് ഇന്ത്യയിലെ ബീഹാരി ചേച്ചിയുടെ തുളസിത്തറയാണ്. അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3 ഫാമിലിയാണ് താമസിക്കുന്നത്, 4 ഫാമിലി താമസിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ നമ്മളാണ് കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ്. ഇതിൻ്റെ ഇടയ്ക്ക് ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു കയറി. അപ്പോൾ പിന്നെ കൊച്ചു പറഞ്ഞു, അമ്മ ഇരുന്നോ, ഞാൻ തള്ളിത്തരാമെന്ന്. എന്താ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ദൈവമേ, വളരണ്ടായിരുന്നു പുല്ല്, ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. ബാക്കിയുള്ളത് നോക്കും, ഇപ്പം നല്ല ക്ലീനായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ, കൊള്ളാം അല്ലേ? അപ്പോൾ ദാ ഇവിടെ അത്രയും ഇനി തൂപ്പ് തുടപ്പെല്ലാം കഴിഞ്ഞത് തുടപ്പിൻ്റെ വരുവാണ്, തുടയ്ക്കുക എന്ന് പറയില്ലേ, അതെല്ലാം എടുത്തതാ ഒരു ഓട്ടപ്രദർശനം പ്രദർശനം പ്രദർശനം അതാണ് സംഭവം. പെട്ടെന്ന് എടുപിടിയെന്ന് അങ്ങ് ചെയ്യാമെന്ന്, എന്നെപ്പോലുള്ള അമ്മമാരും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ അതൊക്കെ കഴിഞ്ഞതേ കുളിയും കഴിഞ്ഞതേ എൻ്റെ ചെരുപ്പും കഴുകി ഞാൻ വന്നിട്ടുണ്ട്. പോകുന്ന കണ്ട് ഈ ചന്തയും കൊണ്ട് മുകളിലോട്ട് പോകുന്നത് തുണികൾ വിരിക്കാനും തുണികൾ എടുക്കാനുമാണ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഉള്ള തുണികൾ, ഇവിടെ നമുക്ക് 3 ടാങ്കാണ് കേട്ടോ. ഇതിൽ ഒരെണ്ണം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ കിടക്കുന്ന തുണികളെല്ലാം എൻ്റെ തന്നെയാണ്. തലേ ദിവസം രാത്രി നനച്ചിട്ടിട്ട് ഞാനിങ്ങ് പോരും. രാത്രി ഫുള്ളും അവിടെ കിടക്കും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും വെയിലൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ തുണികളൊക്കെ പറക്കി, ബാക്കിയുള്ള തുണികളൊക്കെ പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കുറേ വീഡിയോകളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കുറേ നാളായിട്ട് വീഡിയോകളൊന്നും ഇടുന്നില്ല. പിന്നെ കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ട് 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് എൻ്റെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ നോക്കുന്നുണ്ട്, വരുവാനില്ലാരും ഈ വിജനമാം വഴി. ഞാൻ ഇത്രയും ചെയ്തിട്ട് അവരാരും കണ്ടില്ല. നിങ്ങളെ വീട്ടിലും കാണില്ല, ആരെങ്കിലും വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ. ഇവിടെ ഒരു ഗ്ലാസ്സിന് ഒരു ബിസ്ക്കറ്റ് ഫ്രീ എന്ന വണ്ണമാണ് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ബിസ്ക്കറ്റ് ഫ്രീ ആയിട്ട് വാങ്ങിച്ചത്, പക്ഷേ അതിൻ്റെ അകത്താണ് വെച്ചത്. ഇതുപോലുള്ള അമ്മമാരുണ്ടോ, തല എങ്ങാനും പിള്ളേർക്ക് കോതുമ്പോൾ പേനുണ്ടോ പേന് പിറക്കി കൊല്ലുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ്സാണ് കേട്ടോ. പേനും അതിനുള്ള കുഞ്ഞു ഈരെന്നൊക്കെ പറയില്ലേ, അത് കൊല്ലാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറയും, സ്കൂളിലിരിക്കുമ്പോൾ ഇത്തിരി പേനുള്ള പിള്ളേരെ അടുത്തങ്ങ് ഇരുന്നൂടെ എന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം കഴിഞ്ഞത് കൊച്ചിനെ പറക്കി കൊച്ചിനെ എടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകി, ജലദോഷമാണ് കേട്ടോ. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകി അവരെ ഒന്ന് വയ്ക്കുന്നുണ്ട്. ഇന്ന് കുളിപ്പിക്കുന്നില്ല, വൈകിട്ട് കുളിപ്പിക്കാൻ മേലെ കഴുകാമെന്ന് വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഞാൻ അവരെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ പരിപാടിയിലോട്ട് നമ്മൾ പോകുകയാണ്. 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പിള്ളേരെയൊക്കെ അങ്ങ് സൈഡാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊന്നും കൊണ്ടല്ല, പാരമ്പര്യമായിട്ട് ഭംഗിയുള്ളതുകൊണ്ട് ബ്യൂട്ടീഷ്യനൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കലം വെള്ളം അവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. ചോറിന് വേണ്ടിയിട്ട് ഒരു കലം വെള്ളം വച്ചിട്ടുണ്ട്. രാവിലെ സാമ്പാറായതുകൊണ്ട് ഉച്ചയ്ക്കും സാമ്പാർ തന്നെയാണ്. നമ്മൾ ആരാ മോളല്ലേ. സാമ്പാർ ഉണ്ടെങ്കിൽ ദേ നോക്കൂ നിങ്ങൾ ആ കസാരയിൽ കണ്ടോ, മോളിൽ നിന്ന് പറക്കി കൊണ്ടുവന്ന തുണികൾ അതുപോലെ കസാരയിൽ തന്നെ വച്ചിട്ടുണ്ട്. ഇതും ഒരു വീട്ടമ്മയായ എൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അതെല്ലാം ആലോചിച്ച് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അവിടെ നിന്നും പിന്നെ ഇപ്പുറത്ത് നിന്നും ഒക്കെ ആലോചനയാണ്. എന്താ ആലോചന എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. അവർ വന്നു കഴിഞ്ഞാൽ എന്താ കൊടുക്കുക, ചായയാണോ വെള്ളമാണോ അല്ലെങ്കിൽ ഇനി നാരങ്ങ വെള്ളമാണോ, അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കില്ല എന്നറിയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ട്വിസ്റ്റ് എന്താണെന്നറിയോ, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും സ്പീഡിൽ ഞാൻ ഇത്രയൊക്കെ ജോലി ചെയ്തിട്ടും ഇവർ ഒരിക്കൽ പോലും എൻ്റെ കിച്ചണിൽ വന്നിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടോ ഇങ്ങോട്ട് പോയിട്ടോ ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് വന്നു, എൻ്റെ കയ്യിൽ നിന്നൊരു ഒപ്പ് വാങ്ങിച്ചു, എൻ്റെ ആധാർ കാർഡ് നോക്കി അവരിതാന്ന് പറഞ്ഞു പോയി. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സംഭവം ഇനി കുറച്ച് ബ്യൂട്ടീഷ്യനൊക്കെ ആവാം. ആഹാ സുന്ദരി ഞാൻ തന്നെ. അത് കഴിഞ്ഞ് തലയൊക്കെ ഒന്ന് കോതാറൊന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ തോർത്തും. പിന്നെ ഒരു 2 സ്റ്റെപ്പിൽ ഞാൻ എൻ്റെ തലമുടി കെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് എൻ്റെ കെട്ടൽ. ഇതിൽ കൂടുതലൊന്നും ഞാൻ കെട്ടാറില്ല. ഇത് നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങുന്ന പാലാണ് കേട്ടോ, 1 ലിറ്റർ പാല്. നമ്മുടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് കേട്ടോ. നല്ല പാലാണ്, നല്ല കട്ടിപ്പാലാണ്. ഇതിൽ നിന്നാണ് ഞാൻ നെയ്യൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പാലെടുത്ത് വെച്ച് ഒരു കുപ്പിയിൽ ഇത്രയാകുമ്പോഴത്തേക്കും ഞാൻ നെയ്യ് ഉണ്ടാക്കും. ഭയങ്കര മണമാണ് നെയ്യ്. ഞാൻ ഇവിടെ കാച്ചുന്നതിൻ്റെ അന്ന് നമ്മുടെ ഇവിടെയൊക്കെ 10 ലോകം അറിയത്തെന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ പാലൊക്കെ ഒന്ന് കാച്ചി വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കും. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് രാവിലെ എടുക്കുമ്പോഴത്തേക്കും നല്ല ലെയറായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രീം കിട്ടും. അപ്പം നല്ല നെയ്യ്, നമുക്ക് നല്ലപോലെ നെയ്യ് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പോയി വരട്ടെ, ടാറ്റാ. ഒന്ന് പറ കൊച്ചേ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കാച്ചിയൊക്കെ വയ്ക്കട്ടെ.
അപ്പോൾ ടാറ്റ. സഹിച്ചവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. ഇത് പോണില്ലേ? എൻ്റെ ദൈവമേ, ഇതിനി കാച്ചാൻ വേണ്ടി വച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇതിന് വേറെ പണിയുമില്ലേ? ഒന്ന് ഇറങ്ങി പോവച്ചേ. വീണ്ടും അവിടെ തന്നനം തന്നനം പാടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോഴൊന്നും പോകുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടാ. നിങ്ങൾ വെക്കോ. ആ, അത്രേ ഉള്ളൂ.